ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് തൃശ്ശൂർ സൂയിലോട്ടൊരു യാത്രയാണ്. ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 തീരുന്നതോടുകൂടി ഈ സൂയിലുള്ള എല്ലാ മൃഗങ്ങളെയും തൃശ്ശൂർ തന്നെ പുത്തൂർ ഒരു സുവോളജിക്കൽ പാർക്ക് തുടങ്ങി അങ്ങോട്ടൊക്കെ മാറ്റാൻ പോവുകയാണ്. സോ നിലവിലിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂട്ടം തത്തകളെ കാണും. ഒരു വലിയ കേജിൻ്റെ അകത്ത് പല വെറൈറ്റി തത്തകളെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന റീയാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മളെല്ലാവരും പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ജീവിയാണ്. ഞാൻ ആദ്യം ഓർത്തിരുന്നത് യമു ആണെന്നാണ്. യമുവിന് വല്ല രോഗവും വന്നിട്ട് കൂടെ പോയതാണെന്ന് ഓർത്തിരുന്നത്. പൊതുവെ എല്ലാവരും സൂയിലൊക്കെ കിടക്കുന്ന ജീവികൾക്ക് അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് പല ഫിസിക്കലി വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. സംഭവം റീയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു കൂടിനകത്ത് 11 റീയാണുള്ളത്. അടുത്ത കൂട്ടിലെന്ന് പറയാൻ നേരത്ത് നല്ല സൈസുള്ള കരിങ്കൊക്ക് കിടപ്പുണ്ട് കേട്ടോ. കരിങ്കൊക്കിൻ്റെ അപ്പുറത്തെ കൂട്ടിലാണെങ്കിൽ കൂട്ടിന് 2 പരന്തും കിടപ്പുണ്ട്. പരന്തിനപ്പുറത്തെ കൂട്ടിലാണെങ്കിൽ മൂങ്ങയാണ് കേട്ടോ ഗൈസ് കിടക്കുന്നത്. ഏകദേശം 8ഓളം മൂങ്ങയുണ്ട്. മൂങ്ങയുടെ ലുക്കും നോട്ടമൊക്കെ കണ്ടല്ല, സംഭവം ടെററാണ് കേട്ടോ. അതിനപ്പുറത്തായിട്ടൊരു പൊട്ടിപ്പോയ ബിൽഡിംഗ് ഉണ്ട്. നീരാളിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. മേ ബി ഇതിൻ്റെ അകത്ത് ഒക്ടോപ്പസിനെ അവർ വളർത്തുന്നുണ്ടായിരുന്നായിരിക്കാം. അത് ചത്തുപോയി കഴിഞ്ഞത് പൂട്ടിയതായിരിക്കും, എനിക്കറിയില്ല. തൃശ്ശൂരുകാർക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അടുത്ത കൂട്ടിലെന്ന് പറയാൻ നേരത്ത് മുള്ളം പന്നികളാണ് കേട്ടോ ഗൈസ്. ഏകദേശം 3ഓളം കറുത്ത മുള്ളം പന്നികളാണുള്ളത്. തൊട്ടിപ്പുറത്തെ കൂട്ടിലെന്ന് പറയാൻ നേരത്ത് കുറച്ച് കുറുനരികളുണ്ട്. 3 ചെറിയ കുറുനരിയാണുള്ളത്. അടുത്ത കൂട്ടിലെന്ന് പറയാൻ നേരത്ത് കുറുക്കന്മാരുണ്ട്. കുറുക്കന്മാർ കൂട്ടിലല്ല, ഒരു ഓപ്പൺ പറമ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 4ഓളം കുറുക്കന്മാരുണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം സൈസുള്ളതാണ്. പിന്നെ ഒരു ഷെഡിൽ ഇവരെന്തോ ഇൻഫെക്ഷൻ ബാധിച്ച എറിയകളാണെന്ന് തോന്നുന്നു, അവരെ മാറ്റി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് പോകാൻ നേരത്തെ ഒരു കുളം പോലെ ഉണ്ട്. അവത്തിലാണെങ്കിൽ നല്ലൊരു ഗറിയലാണുള്ളത്. അത്യാവശ്യം നല്ല സൈസുള്ള ഗറിയലാണ്. സംഭവത്തിന് ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ചത്തിട്ട് ചീനി കിടക്കിയിരുന്നാണ് ഓർത്തിരുന്നത്. അതിൻ്റെ വായുടെ ഭാഗമൊക്കെ ഇങ്ങനെ വേദറി വെളുത്തിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഓർത്തിരുന്നത്. ബട്ട് സംഭവത്തിന് ജീവനുണ്ട് ഗൈസ്. അടുത്തൊരു കൂട്ടിലെന്ന് പറയാൻ നേരത്ത് കുറേ ദേശാടന പക്ഷികളെയാണ് ഇട്ടിരിക്കുന്നത്. കുറേ വലിയ കൊക്കും താറാവും എന്തായിരുന്നു പൊന്മാനും അങ്ങനത്തെ എന്തൊക്കെ ജീവികളൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെയാണ് നമ്മുടെ പുള്ളിമാൻ വന്ന് കേട്ടോ ഗൈസ്. പുള്ളിമാനെ ഒന്നും നമ്മൾ എണ്ണാൻ നിന്നില്ല, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ ആൾ മിഥു വന്ന്. മിഥുനെന്ന് പേരുള്ള എല്ലാവർക്കും നല്ല സൈസാന്ന് തോന്നുന്നു. എൻ്റെ കൂടെ പണ്ട് ട്യൂഷൻ പഠിക്കാൻ ഒരു മിഥുനുണ്ടായിരുന്നു. അവനും നല്ല സൈസായിരുന്നു. അവനെ നമ്മളെ പോത്തനെന്നാണ് വിളിച്ചിരുന്നത്. ഇവന്മാർക്ക് ഇത്ര സൈസ് വന്ന് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോഴാണ് ഇവന്മാരുടെ തീറ്റ സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടത്. നല്ല മുളപ്പിച്ച പയറും കടലയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ഇവന്മാർ കയറ്റുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നല്ല സൈസുണ്ട്. അടുത്തത് വീണ്ടും ഒരു കൊമ്പുള്ള പുള്ളിമാനാണ് കേട്ടോ ഗൈസ്. കൊമ്പുള്ള പുള്ളിമാനെന്ന് എനിക്ക് തോന്നുന്നു ആണാന്ന് തോന്നുന്നു, കൊമ്പില്ലാത്ത പെണ്ണാന്ന് തോന്നുന്നു. എനിക്ക് അവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ രീതികളൊന്നും അറിയത്തില്ല. അടുത്തത് ടുട്ടു. പേര് കേട്ട ആരും കൊച്ചാന്ന് വിചാരിക്കേണ്ട. തൃശ്ശൂർ മൃഗങ്ങളുടെ ഒരു ബോഡി ബിൽഡിംഗ് വെക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഇവനിങ് എടുക്കും. പിന്നെ ഈ സൂയി വരാൻ നേരത്ത് നിങ്ങൾ 2 കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നെങ്കിൽ 3000 രൂപ പോകുക, അല്ലെങ്കിൽ 3 വർഷം തടവിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, എന്തെങ്കിലും തീറ്റ മൃഗങ്ങൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻസ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 ശിക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മുടെ കാർണിവോറസിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സിംഹം കാട്ടിലെ രാജാവിനെ അവർ കൂടുതലിട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെന്ന് പറയാൻ നേരത്ത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു കടുവയുണ്ട്. കടുവെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടാലും അതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നല്ല സൈസാണ് കേട്ടോ ഗൈസ്. പിന്നെ ചെറിയൊരു കൂട്ടിലാക്കി വേറൊരു കടുവേനെയും കൂടി ഇവർ ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ശോഷിച്ച് ഡാഷ് പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ്. അടുത്തെന്ന് പറയാൻ നേരത്ത് പുള്ളിപ്പുലിയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഇവിടെയൊക്കെ പുള്ളിപ്പുലിയാണുള്ളത്. ചീറ്റയൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളാണുള്ളത്. പലരും ഇതിനൊക്കെ ചീറ്റയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പുള്ളിപ്പുലികളാണ് ഇവിടെ ഉള്ളത്, ലിപ്പാടെന്നൊക്കെ പറയും. പിന്നെയാണെങ്കിൽ ഇഷ്ടംപോലെ കുരങ്ങാണ് കേട്ടോ ഗൈസ്. കുരങ്ങ് കൂടാണ്ട് സ്വർണ്ണക്കോഴി, ഇതിൽ കാണുന്നതാണ് സ്വർണ്ണക്കോഴി എന്ന് പറയും. അതുകൊണ്ട് കടുവ 2 പുലി 2-3 ഉണ്ട്. സിംഹമാണെങ്കിൽ 1 ഉള്ളൂ. പിന്നെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ അടുത്തായിട്ട് തന്നെ ഒരു ചന്ദനമരമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചന്ദനമരം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ പുഷ്പക്കത്തൊക്കെ ഉള്ളതാണ്, ഞാൻ കാണിക്കാമെന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഗറിയലാണ്. ഗറിയൽ എന്ന് പറയുമ്പോൾ മീൻ മുതലെന്നൊക്കെ പറയും. ഇതും ഒരെണ്ണാണുള്ളത്. ആദ്യം കാണിച്ചൊരു കുളത്തിലൊരു ഗറിയലുണ്ടായിരുന്നു, മീൻ മുതല. രണ്ടാമതായിട്ട് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ സെറ്റപ്പിനകത്ത് ഇതിലൊരു ഗറിയലിന് ഇട്ടിട്ടുണ്ട്. ഇത് മീൻ മുതലാണ് കേട്ടോ ഗൈസ്. മറ്റേ അലിഗേറ്റർ ആ വക മുതലയുടെ അത്രയും സ്ട്രെങ്ത് ഇവർക്കില്ല. ഇവരുടെ വായ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഭയങ്കര പരന്നായിരിക്കും ഇരിക്കുന്നത്. മറ്റേ അലിഗേറ്ററിൻ്റെയോ അല്ലാത്ത മുതലകളുടെ പോലെ അല്ല ഇവരുടെ വായിരിക്കുന്നത്. ഇതിനെ മീനെ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ പ്രധാനമായിട്ട് ഇവരുടെ വാ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചവറ പോലെ കുരങ്ങാണ് ഗൈസ്, എല്ലായിടത്തും കുരങ്ങാണ്. പിന്നെ കാട്ടുതാറാവ്. കാട്ടുകോഴി നാട്ടുകോഴി അതിനെയൊക്കെ കണ്ട് മടുത്തവർക്ക് കാട്ടുതാറാവിനെ കാണാം. കാട്ടുതാറാവ് നിന്നുകൊണ്ട് ഉറങ്ങുന്നതാണ് ഈ കാണുന്നത്. കാട്ടുതാറാവും മയിലും തത്തയും കുയിലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സാധനം വീരങ്കക്കകത്ത പല്ലി, അതിനെ ഞാൻ കാണിക്കാമെന്ന് ഓർത്ത്. കാട്ടുപല്ലിയാണ് കേട്ടോ, കാട്ടുപല്ലി. പിന്നെ തിരിച്ച് പോണ വഴി നേരത്തെ നിങ്ങൾ മുതല ഉറങ്ങുന്നതല്ലേ കണ്ടത്, അപ്പോൾ മുതല നീന്തുന്നൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. സ്വിമ്മിംഗ് പൂളിൽ പോണ്ടിൻ്റെ അകത്ത് കിടന്ന് നീന്തുന്നുണ്ട്. ദാ നടുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നീട് തിരിച്ചു പോണ വഴി കണ്ടതാണ് ഗൈസ് ഇത് പന്നിമാൻ. ഇതിനെന്തുകൊണ്ടാണ് പന്നിമാൻ എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആളെ നോക്കിയിട്ട് പന്നീനെ പോലെ അല്ല ഇരിക്കുന്നത്, ബട്ട് എന്തുകൊണ്ടും പന്നിമാൻ എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്തെന്ന് പറയാൻ നേരത്ത് ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതും ഏറ്റവും വലിയ മുട്ടയിടുന്നതുമായിട്ടുള്ള ഒരു പക്ഷി, ഇത് ഒട്ടക പക്ഷി. ഓസ്ട്രിച്ചാണ് സാധനം. ഏകദേശം 2 ഉണ്ട് കേട്ടോ ഗൈസ്. സംഭവം കിടക്കാൻ നേരം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഹൈലി ആക്റ്റീവാണ്. പിന്നെ നമ്മുടെ കൃഷ്ണമൃഗം എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഒരു മാനാണ്.
ബട്ട് കറുത്ത കളറിലെ പടം വെച്ചിട്ട് ഇതിൽ വെളുത്ത കളറിലൊരു കുട്ടി കിടപ്പുണ്ട്. മാൻ കുട്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ ഡോണ്ട് നോ. ഐ മീൻ ജനിക്കുമ്പോൾ എല്ലാ മാനുകളും വെള്ള കളറാണോന്നും എനിക്കറിയില്ല. ബട്ട് അപ്പുറത്തെ കൂട്ടിലൊരു വെളുത്ത കളറിലുള്ള മുട്ടനാട് കിടപ്പുണ്ടായിരുന്നു. ഐ ഹൈലി സസ്പെക്ട് സംതിങ്. പിന്നീട് ഈ ഒരു സെക്ഷൻ എന്ന് പറയാൻ നേരത്ത് മാനുകളാണ് കേട്ടോ ഗൈസ്. കലമാനും ഉണ്ട്, ഹിപ്പോപ്പൊട്ടാമസും ഉണ്ട്. കലമാനാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ടൈപ്പ് മാനാണ് കേട്ടോ. അതിൽ തന്നെ കൊമ്പുള്ളതുണ്ട്, കൊമ്പില്ലാത്തതുണ്ട്, വലിയ കൊമ്പുള്ളതുണ്ട്, പല വെറൈറ്റി പല സൈസിലുണ്ട്. പിന്നെ അവിടെ കണ്ടൊരു മരം നിങ്ങളെ കാണിക്കാൻ ഓർത്തു. ഇതാണ് അശോക മരം. കണ്ടിട്ട് അത്ര ലുക്കൊന്നുമില്ല. രാമായണത്തിലെ സീതേനെ രാവണൻ തട്ടിക്കൊണ്ട് പോകാൻ നേരത്ത് സീത തപസ്സിരുന്നത് ഈ ഒരു മരത്തിൻ്റെ ചവിട്ടിലാണെന്നാണ് പറയുന്നത്. ഐ മീൻ ഈ സൂര്യനുള്ള മരമല്ല, ശ്രീലങ്കയിലെ ഏതോ അശോക മരത്തിൻ്റെ ചവിട്ടിൽ. പിന്നെ ഇതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ നാഗലിംഗമരം. നാഗലിംഗമരം എന്ന് പറഞ്ഞിട്ട് നാഗത്തിനെ നോക്കിയിട്ട് നാഗത്തിനൊന്നും കണ്ടില്ല. അപ്പാടെ ഒരു റെഡും ബ്ലാക്കും കളർ ചേർന്ന ഒരു അട്ടേനെ മാത്രമേ കണ്ടുള്ളൂ. ഇറ്റ് വാസ് എ യുണീക്ക് വെറൈറ്റി. നമ്മുടെ ഇവിടെ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളർ അട്ടയൊക്കെ ഞാൻ കാണാറുള്ളൂ. ഇത്രയും കൂടെ ഫ്രണ്ടോട്ട് പോകുന്ന നേരത്ത് പിന്നെ കാണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ്. കാണ്ടാമൃഗം എന്ന് പറയുമ്പോൾ റൈനോസോറസ് ആണ്. ദിസ് ഈസ് ഹിപ്പോപ്പൊട്ടാമസ്. ഇതിൻ്റെ ഒരു സെക്ഷനാണ്. ഏകദേശം 3 നല്ല വലിയ സൈസുള്ള ഹിപ്പോപ്പൊട്ടാമസ് അവിടെ ഉണ്ടായിരുന്നത്. വേറെ ഒരെണ്ണമാണെന്ന് തോന്നുന്നു. പാറ കമത്തിയിട്ട പോലെ ആ കുളത്തിൽ പോയി കിടപ്പുണ്ട്. പിന്നെ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ റെപ്റ്റൈൽസിൻ്റെ സെക്ഷൻ വന്നു. ഇവിടെ മല അണ്ണാനെന്ന് പറഞ്ഞിട്ട് ഒരു കൂടെ എഴുതി ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് അതിനെ കാണുന്നില്ലായിരുന്നു. പക്ഷേ ഉടുമ്പുണ്ടായിരുന്നു. പിന്നെ കുറേ ആമ ഉണ്ടായിരുന്നു. ഇത് മറ്റേ റെഡ് ഇയർ സ്ലൈഡറോ ആ സാധനം തോന്നുന്നു. ഏകദേശം 4 റെഡ് ഇയർ സ്ലൈഡറുണ്ട്. പിന്നെ ഉള്ളത് ഉടുമ്പാണ്. ഉടുമ്പിനെ നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് വലിയ വിലയൊന്നും കൊടുത്തില്ല കേട്ടോ. പിന്നെ ഒരു മലമ്പാമ്പുണ്ട്, അത്യാവശ്യം സൈസുള്ളതാണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ അടുത്ത് നമ്മൾ മഞ്ഞച്ചേരനെ സ്ഥിരം കാണത്തില്ലേ, അതുപോലെയാണ് ഇവിടെ മുറുക്കം പാമ്പ്. ചുമ്മാ മുറുക്കം പാമ്പിൻ്റെ വില കളയാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേറെ പാമ്പിനൊന്നും കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ സെല്ലും മൂർക്കം പാമ്പിനെ നിറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു ടൊർട്ടോയ്സ് ആണ്. ടൊർട്ടോയ്സ് എന്ന് പറയുന്നത് കരയിൽ ജീവിക്കുന്ന ആമ. നമ്മുടെ അവിടെയൊക്കെ കറുത്ത കളറിൽ വെള്ളത്തിൽ ആമേനെ കാണത്തില്ല, ദാറ്റ് ഈസ് ടർട്ടിൽ. അത് പലർക്കും മാറിപ്പോകും. അതുകൂടാണ്ട് മണ്ണൂലി പാമ്പ്, നീർക്കോലി, അണലി, മഞ്ഞച്ചേര ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പച്ചില പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങളിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വിശക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വാങ്ങി കഴിക്കാം. ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. ഞാൻ ആദ്യം ഓർത്തിരുന്നത് പേട എന്നാണ്, പിന്നെ മനസ്സിലായി പേട വെള്ളത്തിൽ ഇടത്തില്ലെന്ന്. തൃശ്ശൂരുകാർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.